നമസ്കാരം. വിനായക് ദാമോദർ സവർക്കർ, മോനെ ബ്രിട്ടാസെ, ഈ പിണറായി വിജയന് വിടുപണി ചെയ്തു കൊടുത്തതിന്റെ ചെലവില് കിട്ടിയ MP സ്ഥാനമൊക്കെ ഉപയോഗിച്ച് സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളെ ഏതോ സിനിമയിൽ ഷൂ നക്കുന്ന രംഗമൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഷൂ നക്കി എന്നൊക്കെ വിളിച്ച് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ചരിത്രബോധമില്ലാത്ത വിഡ്ഢി കുഷ്മാണ്ഡമായിട്ടേ നിന്നെയൊക്കെ കണക്കാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. 1900-ലാണ് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയം സവർക്കർ മുന്നിലോട്ട് വയ്ക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടത് ഒരു പൂർണ്ണ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം 30 വർഷങ്ങൾക്കിപ്പുറം 1929 ഡിസംബർ മാസം 31 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സെഷനാണ് പൂർണ്ണ സ്വരാജാണ് നമ്മളുടെ ആവശ്യം എന്നുള്ളത് മുന്നിലോട്ട് വയ്ക്കുന്നത്. അതായത് സവർക്കർ ഈ ഒരു ആശയം പറഞ്ഞിട്ട് 30 വർഷത്തിനിപ്പുറം 1905 ഒക്ടോബർ മാസം 7 അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പൂനെയില് വിദേശ വസ്ത്രം കത്തിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി. അതിനാണ് അദ്ദേഹത്തെ ഫെർഗൂസൺ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷമാണ് 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വരികയും അതിനെ തുടർന്ന് സ്വദേശി മൂവ്മെന്റുകൾ 1905 മുതൽ 11 വരെ ഇന്ത്യയിൽ വലിയ രീതിയിൽ സ്വദേശി മൂവ്മെന്റുകൾ നടക്കുകയും പിന്നീട് 1920-ലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ മുന്നിലോട്ട് വരുന്നത്. അപ്പോഴാണ് ഇന്ത്യയിലെ പല സിറ്റികളിലും ഇത്തരത്തിലുള്ള വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അത് കത്തിച്ചുകൊണ്ട് ഖാദി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ മുന്നിലോട്ട് വരുന്നത്. അതായത് 1905 സവർക്കർ ചെയ്തതാണ് 20 നമ്മളുടെ രാജ്യം ഏറ്റെടുത്തത് എന്നർത്ഥം എന്ന് വളരെ ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പോ അതുപോലെ തന്നെ ഇനി നോക്കിക്കഴിഞ്ഞാല് ബ്രിട്ടനില് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കോളനികളിലുള്ള വിദ്യാർത്ഥികൾക്ക്, കോളനികളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ ഒരു ബിരുദദാന സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞിയോടുള്ള കടപ്പാടും ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓത്ത് ഓഫ് അലീജിയൻസ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ചൊല്ലിയാൽ മാത്രമാണ് അവിടെ ബിരുദം നൽകിയിരുന്നുള്ളൂ. അപ്പൊ അത് ബ്രിട്ടനിലെ രാജ്ഞിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള കടപ്പാടുമില്ല, അല്ലെങ്കിൽ അവരോട് ഞാൻ വിധേയത്വം കാണിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രതിജ്ഞ ചൊല്ലാൻ വിസമ്മതിച്ചുകൊണ്ട് ബാരിസ്റ്റർ ബിരുദം ലഭിക്കാതെ പോയ വിദ്യാർത്ഥിയുടെ പേര് ഏത് എന്ന് ചോദിച്ചാൽ അതിന് VD സവർക്കർ എന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ബിരുദം, അന്ന് പഠിച്ചു പാസ്സായി നേടിയ ബിരുദം ലഭിക്കാതെ പോയ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരവും VD സവർക്കർ എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം രചിച്ച പുസ്തകം പബ്ലിക്കേഷന് മുമ്പ് തന്നെ നിരോധിക്കപ്പെട്ടു എന്നുള്ള ഒരു ചരിത്രം കൂടെ അദ്ദേഹത്തിനുണ്ട്. അത് 1957-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിക്കുന്ന പുസ്തകമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇനി 1910-ലാണ് അദ്ദേഹത്തിന്റെ 1909 ജൂലൈ മാസം 1-നാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് മദൻലാലുമൊത്ത് ബ്രിട്ടീഷ് മണ്ണിൽ വെച്ചിട്ട്, ലണ്ടനിൽ വെച്ചിട്ട് ബ്രിട്ടനിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കേഴ്സൺ വൈലി എന്നുള്ള ആളെ അദ്ദേഹം അല്ലെങ്കിൽ ആ മദൻലാൽ വധിക്കുന്നത്. പിന്നീട് അതിനെ തുടർന്ന് വളരെ അടുത്ത ദിവസങ്ങളിൽ അന്നത്തെ നാസിക്കിലെ കളക്ടറായിട്ടുള്ള MT ജാക്സനെ വധിച്ച കേസിലും ഗൂഢാലോചന നടത്തിയത് സവർക്കറാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് പിന്നീട് 1910 മാർച്ച് 13 ലണ്ടനിലെ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നീട് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുവരാൻ ശ്രമിക്കവേ അദ്ദേഹം ഫ്രാൻസ് തീരത്ത്, അല്ലെങ്കിൽ ഫ്രാൻസിലൂടെ ആ പരിസരത്തൂടെ കപ്പൽ കടന്നു പോകുമ്പോൾ അദ്ദേഹം കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടി നീന്തി ഫ്രാൻസിൽ അഭയം തേടുകയാണ് ഉണ്ടായത്. അന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അഭയം തേടുന്ന ആളുകളെ വിട്ടുകൊടുക്കാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ വന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നിയമം ഇല്ലാതിരുന്നിട്ടും ബ്രിട്ടൻ അവിടെ പോയിട്ടാണ് സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നത്. അത് അന്ന് വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവരികയും 50 വർഷത്തെ ജയില് വാസത്തിന് വിധിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ കാലാപാനിയിലേക്ക് ആണ് കൊണ്ടുപോയത്. 1911 മുതൽ 21 വരെയുള്ള 10 വർഷം അദ്ദേഹം കാലാപാനി ജയിലിലാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. അവിടെ അദ്ദേഹം നേരിട്ട കൊടിയ പീഡനങ്ങള്, ഒരാൾക്ക് പോലും ഉയരമില്ലാത്ത ഒറ്റമുറി ഇരുട്ട് റൂമില് ജയിലില് വർഷങ്ങളോളം താമസിപ്പിച്ചു അദ്ദേഹത്തെ. അതുപോലെ ഒരു ഫുൾ ഡേ ഒക്കെ അടിച്ചും തൊഴിച്ചും അദ്ദേഹത്തെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി. ബ്രിട്ടാസ് ഇതൊക്കെ ഡൽഹിയിലെ ഇന്ത്യൻ ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്, ഇതിന്റെയൊക്കെ ഡാറ്റാസ്. അവിടേക്ക് ഒന്ന് പോയിട്ട് വെറുതെ അവിടെ കിടന്ന് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഈ ആന്റി നാഷണൽ പരിപാടിക്ക് നിൽക്കുന്നതിന് പകരം വല്ലപ്പോഴും സമയമൊക്കെ കിട്ടുമ്പോൾ ഒരു പണിയൊന്നുമില്ലല്ലോ, പോയി ഇതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണമെന്നേ.
അതല്ലാതെ വെറുതെ വളവള എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മറ്റേ സെപ്പറേറ്റിസം കൊണ്ടു നടക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാനും അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനും നടത്തുന്ന ഈ പ്രകടനമുണ്ടല്ലോ, അതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ മറ്റേ ചവറ്റുകുട്ടയിലായിരിക്കും അതിന്റെയൊക്കെ സ്ഥാനം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്ത കഥ. ഈ മാപ്പ് എഴുതി കൊടുത്ത കഥ എന്ന് പറയുന്നത് അന്നത്തെ എല്ലാ ആളുകളും ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതിപ്പോ നെഹ്റു ചെയ്തിട്ടുണ്ട്, ഗാന്ധിജി ചെയ്തിട്ടുണ്ട്, പട്ടേൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജയിലിൽ അടയ്ക്കപ്പെടും. അപ്പൊ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പപേക്ഷ എഴുതി കൊടുക്കാറുണ്ട്. 1911 അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മാപ്പപേക്ഷ. 13-ലും 14-ലും 15-ലും 18-ലും അങ്ങനെ പല തവണ മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട് ബ്രിട്ടന്. അപ്പൊ അതില് മറ്റേ 11-ൽ മാപ്പപേക്ഷ നൽകിയിട്ടും 10 വർഷം അദ്ദേഹത്തെ ആൻഡമാനിൽ അതേ ജയിലിൽ പാർപ്പിച്ചു എന്നുണ്ടെങ്കിൽ എത്ര കണ്ട് ബ്രിട്ടൻ അദ്ദേഹം തലവേദനയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഗാന്ധിജി തന്നെ അദ്ദേഹത്തിന്റെ അനുജനോട് സജസ്റ്റ് ചെയ്തിരുന്നു സവർക്കറോട് മാപ്പപേക്ഷ നൽകി പുറത്തു വരാനായിട്ട്. ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വിപ്ലവകാരിയായിട്ടുള്ള ദേശസ്നേഹി എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള മറ്റേ ജീവചരിത്രം എന്നുണ്ടെങ്കിൽ, പിന്നീട് 21 ശേഷം 2 വർഷം രത്നഗിരി ജയിലിലും അതിനുശേഷം 24 മുതൽ 37 വരെയുള്ള 13 വർഷങ്ങൾ അദ്ദേഹത്തെ രത്നഗിരിയിലെ വീട്ടുതടങ്കലിലാണ് ബ്രിട്ടൻ പാർപ്പിച്ചിരുന്നത് എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പൊ അത്ര കണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടി അത്ര കണ്ട് യാതനകൾ സഹിച്ച ഒരു മഹാനെയാണ് നിങ്ങൾ വെറുതെ ഏതോ സിനിമയിലെ രംഗം കണ്ട് ഷൂ നക്കി അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കത്തെഴുതി കൊടുത്തു മാപ്പപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പാരമ്പര്യം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം പറയാൻ കൊള്ളില്ലാത്തതാണ്. അതുകൊണ്ടാണ് 1900 സ്വാതന്ത്ര്യത്തിന് മുമ്പത്തെ കഥ അവിടെ നിൽക്കട്ടെ. സ്വാതന്ത്ര്യത്തിന് ശേഷം 62-ൽ യുദ്ധത്തില് ഇന്ത്യ ചൈന യുദ്ധത്തില് പങ്കെടുത്ത ആളുകൾക്ക് രക്തം കൊടുത്തു എന്നുള്ള, അല്ലെങ്കിൽ കൊടുക്കാൻ പോയി എന്നാണ് തോന്നുന്നു, കുറ്റത്തിനാണ് സഖാവ് VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്തിട്ടുള്ളത് കേട്ടോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതവിടെ നിൽക്കട്ടെ. കമ്മ്യൂണിസ്റ്റിന്റെ പാരമ്പര്യം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ സവർക്കറെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ ഓണർ ചെയ്തുകൊണ്ട് 1970 ജൂൺ മാസം 28-ാം തീയതി, അന്ന് കോൺഗ്രസ് ഇന്ദിര ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി, അദ്ദേഹത്തിന്റെ പടമുള്ള ഒരു സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പ് ഇറക്കുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ വലിയ സേവനങ്ങളെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് 30 ലക്ഷം പാംപ്ലെറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ വിവരണം അച്ചടിച്ച 30 ലക്ഷം പാംപ്ലെറ്റ്സ് ആണ് അന്ന് ഇന്ത്യയിൽ ഒട്ടാകെ വിതരണം ചെയ്തത്. മറ്റേ എന്താ സംഘികളല്ല കേട്ടോ, ഇന്ദിരാഗാന്ധി, കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി. അപ്പോ എന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ഈ സവർക്കർ എന്ന് പറയുന്ന ധീരദേശാഭിമാനിയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എല്ലാ കാലത്തും നമ്മളുടെ ഒക്കെ മനസ്സിൽ മറ്റേ എന്താ പറയുക നിറഞ്ഞു നിൽക്കും. ഇനി വരുന്ന തലമുറ ഇന്ത്യയിലെ മഹാത്മാക്കളുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ആ ഒരു ഗണത്തില് അദ്ദേഹത്തെ എന്നും സ്മരിക്കും എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ് കേട്ടോ, അതല്ലാതെ സംഘികളുടെ ആരും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ അദ്ദേഹത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മുന്നിലോട്ട് വെച്ച് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന നമ്മളുടെ നാട്ടിലെ സോ കോൾഡ് ജിഹാദി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ടുള്ള ഒരു വീഡിയോ പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദുത്വ കോൺസെപ്റ്റ് മുന്നിലോട്ട് വെച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു എയ്ത്തിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അദ്ദേഹം എപ്പോഴും പണ്ടത്തെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മറ്റേ റിലീജിയസ് റിച്വൽസിനെ എതിർത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഇപ്പൊ നോർത്തിലൊക്കെ നമ്മൾ ഗോമാതാവ് എന്നാണ് പറയുന്നത്. ഈ ഗോമാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെ ഏറ്റവും അധികം എതിർത്തിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും VD സവർക്കർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഗോ മാതാവാണ് എന്നുണ്ടെങ്കിൽ, പശു അമ്മയാണെന്നുണ്ടെങ്കിൽ അത് കാളയുടേത് മാത്രമായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മറ്റേ ഫേമസ് ആയിട്ടുള്ള കോട്ട്. അപ്പൊ അത്രയും പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീമാൻ VD സവർക്കർ. അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ അന്ന് മറ്റേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയിട്ടുള്ളതിനൊക്കെ എതിരെ വലിയ മൊമെന്റം മുന്നിലോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ വലിയൊരു മറ്റേ കാര്യം ചെയ്തിട്ടുള്ള ആളാണ് സവർക്കർ. അത് 1931 മറ്റേ മഹാരാഷ്ട്രയിലെ പതിത് പാവൻ മന്ദിർ എന്ന് പറയുന്ന ഒരു മറ്റേ അമ്പലം അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളതും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും. അവിടെ ഈ നാനാജാതിയിൽപ്പെട്ട ഏത് മറ്റേ മതത്തിലോ ജാതിയിലോ പെട്ട ആളായാലും നിങ്ങൾ ഹിന്ദു വിശ്വാസത്തെ
ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആരാധന നടത്താനും പ്രാർത്ഥന നടത്താനുമുള്ള സൗകര്യം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു അമ്പലമായിരുന്നു ഈ പതിത് പാവൻ മന്ദിർ എന്ന് പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ നടന്നിട്ടുള്ളത്. മേ ബി എനിക്ക് തോന്നുന്നത് വൈക്കം സത്യാഗ്രഹം അതിന് മുമ്പാണ്, 1925 കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനുശേഷം ഇത്രയും വലിയ ഒരു മൊമെന്റ് ഇന്ത്യയിൽ മറ്റേ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീമാൻ വി ഡി സാവർക്കർ. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയിലുള്ള ഒരു രംഗം കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും വിമർശിക്കാനും പോകുന്ന ആളല്ല ശ്രീമാൻ വി ഡി സാവർക്കർ, ജോൺ ബ്രിട്ടാസെ അല്ലെങ്കിൽ ബ്രിട്ടാസിനെ പോലെയുള്ള വിഡ്ഢി കുശുമാണ്ടങ്ങളെ. അദ്ദേഹത്തിന്റെയൊക്കെ പേര് പറയാൻ പോലും നമുക്കൊന്നും മറ്റേ അർഹതയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് കോട്ടുണ്ട്, അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച്, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ, നിങ്ങൾ എതിർത്താൽ നിങ്ങളെയും എതിർത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്യും. ആ ധീരദേശാഭിമാനിയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട്, സല്യൂട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ്